ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ വന്നിട്ട് ആയുഷ്മാൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതാ അന്നത്തെ ദിവസം രാവിലെ എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. ആയുഷ്മാൻ നല്ല വർക്കിലാണ് കേട്ടോ. രാവിലെ തന്നെ നമ്മളൊരു 4:30 ആ ഒരു ടൈമിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിന് വർക്കിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് താന്നൂരാണ്. നമ്മൾ റമദാൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആയുഷ്മാനെ ഉറക്കിയിട്ട് നമ്മൾ നേരെ വർക്കിന് പോവുകയാണ്. അപ്പം വർക്കിന് പോകുന്നതിനിടയിൽ നമ്മൾ ചായ കുടിച്ചു. മാഷാല്ലാ, ഇതാണ് നമ്മളുടെ ഇന്നത്തെ ബ്രൈഡ് വന്നിട്ട്. നമ്മുടെ വർക്കൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ബ്രൈഡിൻ്റെ ഫാമിലിയും ഒക്കെ ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ നേരെ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. പിന്നെ അന്ന് എൻ്റെ കസിൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. ബർത്ത്ഡേ മുന്നേ കഴിഞ്ഞാണ്, സെലിബ്രേഷൻ അന്ന് തന്നെ ആയിരുന്നു, ഉച്ചക്കത്തെ ഫംഗ്ഷൻ ആയിരുന്നു. സോ നമ്മുടെ ഫാമിലീസും എല്ലാവരും അവിടെ ഉണ്ടായതുകൊണ്ട് നേരെ നമ്മൾ ആ ഒരു ഉച്ചക്കത്തെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. പിന്നെ അവിടുത്തെ പരിപാടികളും കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതെന്താണ് സാധനം? എന്നിട്ട് അവിടുത്തെ പരിപാടി കേക്ക് കട്ടിങ്ങും ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടോ. പിന്നെ നമുക്ക് ആയുഷ്മാൻ്റെ ബർത്ത്ഡേൻ്റെ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ചെയ്ത പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ഹെവി ആയിട്ടല്ല, ഒരു മിനിമലായിട്ട് ചെറിയ രീതിയിലാണ് നമ്മൾ പെട്ടെന്ന് വെച്ചിട്ടുള്ളൊരു സെലിബ്രേഷൻ ആയതുകൊണ്ട് ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വീട്ടിലെത്തിയ അവിടെ ആയുഷ്മാക്ക് ഫസ്റ്റ് ഗിഫ്റ്റായിട്ട് നമ്മൾ സെക്കിനാൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചെറിയ രീതിയിലുള്ള ഒരു ഡെക്കറേഷൻസും എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളൊരു ചെറിയൊരു പ്രോഗ്രാമായിട്ടാണ് ചെയ്തത്. പിന്നെ അത് അതിലിടക്ക് നമ്മൾ ഡെക്കറേഷനിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങൾ നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മൾ സ്പഞ്ചിലായിരുന്നു കേട്ടോ കേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ബർത്ത്ഡേക്കും അവർ തന്നെയാണ് ചെയ്തത്, സെക്കൻഡ് ബർത്ത്ഡേക്കും അവർ തന്നെയാണ് ചെയ്തത്. നമ്മൾ പറഞ്ഞ അതേ ഒരു ഡിസൈനിലാണ് ചെയ്ത് തന്നിട്ടുള്ളത്. പിന്നെ ഇത് ആയുഷ്മാക്ക് ഹസ്ബൻഡിനെടുത്ത ഡ്രസ്സാണ് കേട്ടോ, ബർത്ത്ഡേ ഡ്രസ്സ്. ഫാമിലിയിൽ നിന്നാണ് ഡ്രസ്സ് എടുത്തത്. ഞാൻ പറഞ്ഞത് എല്ലാം പെട്ടെന്ന് വെച്ചിട്ടുള്ളൊരു പരിപാടി ആയതുകൊണ്ട് ബർത്ത്ഡേൻ്റെ അന്ന് രാവിലെ പോയിട്ടുണ്ടാണ് കേട്ടോ ആൾക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇങ്ങനൊരു ചെറിയ രീതിയിലാണ് കേട്ടോ നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആയുഷ്മ റെഡി ആയിരിക്കുന്നുണ്ട്. അന്നത്തെ ദിവസം എനിക്കും ഉമ്മാക്കും ചെറിയ രീതിയിലൊരു വെയ്യായി ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ ആയുഷ്മാൻ്റെ പരിപാടി രാത്രി സ്റ്റാർട്ട് ചെയ്തോട് കൂടിയിട്ട് രണ്ടാക്കും നല്ലോണം വെയ്യാതായി. പരിപാടികൾ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് നല്ലപോലെ എടുക്കാൻ പറ്റില്ല. ആയുഷ്മാൻ്റെ നല്ലൊരു ഫോട്ടോ പോലും എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ വെയ്യാതെ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആയുഷ്മാൻ്റെ ബർത്ത്ഡേൻ്റെ വീഡിയോ ഇത്രയും നീണ്ടു പോയത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നീട് അങ്ങോട്ട് എഡിറ്റ് ചെയ്ത് ഇടാന്നുള്ള ലെവലിലായിരുന്നു. പക്ഷെ അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പം തീരെ ടൈമില്ലാണ്ടായി. സോ ഇപ്പം ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് ആയുഷ്മാൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണ് ആയുഷ്മാൻ്റെ ഈ ഒരു ബർത്ത്ഡേ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നത്. ആയിഷമാക്ക് കൊടുത്തോളാം. ആയിഷമ നല്ല ഡ്രസ്സിലാണോ, അതാ റാഫിയാക്കാൻ്റെ ഒക്കത്ത്. ഓക്കെ, സിഫ സൂപ്പർ മാർക്കറ്റിൽ എടുക്കോ, നമ്മളെ മെയിനാണ്. അപ്പൊ ഏതാ ചില്ലറൊക്കെ ഇരിക്കാൻ ഇഷമ്മ കൊടുന്ന ഡ്രസ് എടുത്തെടുക്കുന്നു പറഞ്ഞ അടുത്തോളാണ്. അഫിയ അവളെ പ്രോത്സാഹിപ്പിക്കും.
ഇതെവിടെ ഉമ്മ ആയിഷു ഉമ്മ കൊടുക്കേ അപ്പൊ ഉടലിയല്ല തിരുവത്തെ ഇവിടുത്തെ അപ്പൊ നാട്ടിലില്ല ആയിഷുവിന് മൂത്തമ്മതാ മൂലക്ക് ഇരിക്കണേ ആർക്കും വേണ്ടേ ഞാൻ തിന്നോളാന്ന് കറണ്ട് പോയെങ്കിൽ കേക്ക് കിടുമ്പോന്ന് ആയിഷ ഇല്ല ഉണ്ട് ലൈറ്റ് ഉണ്ട് എടുത്തൂടെ മതിയാ എടി ഇപ്സനെ കാണായ എല്ലാരും പ്രോത്സാഹിപ്പിക്കും സമ്മാനം ആ ചിരി അടച്ചെടുക്കണി അഫി അബിബാക്കൊക്കെ ആ മോൻട്ടി മോനുസ് അതാ മോനുസ് ആ വാങ്ങിക്കപ്പിയേ വാങ്ങി ആ അവളെ വാങ്ങുന്നുണ്ടോ ആ വേഗം കൊടുത്തിരി ആയിഷ പവർ ഓണാണ് എല്ലാരും കവറും തെരഞ്ഞിട്ട് വണ്ടിയിലൊക്കെ കൂടി മൂലൊക്കെ കണ്ടിട്ട് ആ ചെറിയ സബിലെങ്കിലും പാട്ടിട്ടു അല്ല സബിന് കറണ്ടാണല്ലോ ഇച്ചിരി പൊന്തിച്ചെടുക്കേ ബട്ടർഫ്ലൈ എടുത്താ തിന്നാൻ പറ്റില്ല കേട്ടോ അത് കായ് മുതലായി യൂണിഫോം ഒക്കെ കയറി അടിയില് നിങ്ങളതൊക്കെ കഴിഞ്ഞ് എന്നിട്ട് വേണമെങ്കിൽ ആ കേക്ക് പൊക്കെ ആവാനെന്ന് ആ അതിനാണ് വേവേ വാങ്ങിയിടുന്നത്
ഒന്നിനില്ലേ ഐശ്വര്യ മതിട്ടാ ഇപ്പൊ അവിടെ ചെങ്ങായി അത്രയും ആൾക്കാർ അങ്ങനെ അൽഹംദുലില്ലാ പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. എനിക്കും ഉമ്മാക്കും വയ്യാത്തതിന് ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും പരിപാടി നല്ല അടിപൊളിയായിട്ട് തന്നെ കേട്ടോ കഴിഞ്ഞത്. പിന്നെ എന്താ നമ്മൾ ആയിഷുമാക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയ എല്ലാ ഐറ്റംസും ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് തന്നെ ഇങ്ങനെ ഗിഫ്റ്റ് ടോയ്സ് ഐറ്റംസൊക്കെ ആരൊക്കെയാണ് തന്നെന്നുള്ളത് നല്ല ഐഡിയ ഉണ്ട്. പക്ഷേ ഡ്രസ്സൊക്കെ ആകെ ഫുള്ള് മിക്സ് ആയിരുന്നു. നമ്മൾ കവറുകളൊക്കെ പൊട്ടിച്ചിട്ടുകൊണ്ട് തന്നെ ആരൊക്കെ ഏതൊക്കെ ഡ്രസ്സാണ് തന്നേന്നുള്ളത് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. സോ ഞാൻ അങ്ങനെ എല്ലാവരെയും പ്രത്യേകം മെൻഷൻ ചെയ്യുന്നില്ല. ആയിഷുമാക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ ഈ ഒരു വീഡിയോൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് കാണിക്കാൻ വിചാരിച്ചു. സോ നമ്മുടെ ആയിഷുമാൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. You know, I think I'll tell you the story of my life. I want to hear too. I was born in Animus, North Dakota, a long time ago, see? And now I'm lucky enough to be here with you. Yeah, but what happens in between?